അല്ല നാദിയെ ഇതുവരെ ഇറങ്ങിയില്ലേ ചോദിച്ചിട്ട് കസിൻസൊക്കെ വിളിയോട് വിളിയാട്ടോ. ഒട്ടും വൈകിക്കണ്ട, നമുക്ക് നേരെ ഇനി അമ്മാവന്റെ വീട്ടിലത്തെ കല്യാണം കൂടാൻ പോവാല്ലേ. മാഷല്ലാ, നമ്മൾ ചെന്ന് കാണുമ്പോൾ വീട് ലൈറ്റൊക്കെ ഇട്ട് നല്ല ഭംഗിയിലാക്കിയിട്ടുണ്ട് കേട്ടോ. ഭയങ്കര സന്തോഷം തോന്നി. ഇതാണ് ചെക്കൻ കേട്ടോ, ബാസ്. രണ്ടമ്മാവന്മാരെ വീട് അടുത്തടുത്തായോണ്ട് ഒരു വീട്ടിൽ ഫുഡ് കഴിക്കാനും മറ്റേ വീട്ടിൽ ഗസ്റ്റിനെ സ്വീകരിച്ചിരുത്താനും വേണ്ടിയിട്ട് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഇതാ ഇവിടെ വട്ടത്തിലിരുന്ന് സംസാരം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. വരുന്നവർ ഫുഡ് അയച്ചിട്ട് എണീക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ വലിയൊരു പരിപാടി ഇല്ല. കാരണം എന്താ വെച്ചാൽ മാൾമ, അതായത് ഉമ്മാൻ്റെ ഉമ്മ തീരെ വയ്യാതെ നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ ഒരു മിനിമം ആളുകൾ വിളിച്ചിട്ടാണ് പരിപാടി കേട്ടോ. ഉച്ചയ്ക്ക് ഞാൻ ഫുഡ് അയച്ചില്ല എന്ന് ഇന്നലെ പറഞ്ഞില്ലേ, അതുകൊണ്ട് തന്നെ വന്നിട്ട് നേരെ ഞാൻ ഫുഡ് കഴിക്കാനിരുന്നു. പോരുന്ന സമയത്ത് ഒരു ഷവർമ ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൂസിനമ്മ മാനേജ് ചെയ്യാമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നെങ്കിലും ബീഫ് ബിരിയാണി നമ്മളെ മുന്നിലുണ്ടെങ്കിൽ പിന്നെ ഞാൻ വേറൊന്നും കഴിക്കലില്ല കേട്ടോ. അത് വയറ് നിറച്ച് കഴിച്ചിട്ട് പിന്നെ വേണമെങ്കിൽ മറ്റേതൊക്കെ ഒന്ന് ടേസ്റ്റ് ഒക്കെ ഉള്ളൂ. ഭക്ഷണമൊക്കെ കഴിച്ചിട്ടേ ഞാനും കുഞ്ഞോളും ഷാമിയും റാഷിയും സോണിയൊക്കെ വട്ടത്തിലിരുന്ന് കുറേ കാര്യങ്ങൾ പറയായിരുന്നു. എല്ലാവരും ഇങ്ങനെ ഒരുപോലെ ഒരുമിച്ച് കൂടിയിട്ടേ കുറേ ദിവസമായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓരോ ഏജ് ഗ്രൂപ്പ് ഓരോ റൗണ്ടായിട്ട് ഇരിക്കുകയാണ്. അവർക്കൊക്കെ ഓരോതായിട്ടുള്ള കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. സത്യം പറഞ്ഞാലേ കല്യാണ ദിവസത്തേക്കാളൊരു രസം കല്യാണ തലേന്നാണ്. പക്ഷേ ഇത് ചെറിയ പരിപാടി ആയതുകൊണ്ട് ഞങ്ങൾ തലേന്ന് അങ്ങനെ കൂടിയിട്ടില്ലായിരുന്നു കേട്ടോ. മാൾമാൻ്റെ ഒരു കണ്ടീഷൻ അങ്ങനെ ആയതുകൊണ്ടാണ് ചെറിയൊരു പരിപാടിയാക്കിയത്. ഇനി ഷാദിൻ്റെ കല്യാണം ഉണ്ട്. ഇതാണ് ഷാദി, ചെക്കൻ്റെ പെങ്ങളാണ് കേട്ടോ. ഇവള് ഞങ്ങൾ ഗിവ് അവേ കൊടുക്കുന്നുണ്ട്. ആരെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റിൽ ഇട്ടാൽ മതി കേട്ടോ. കാസർഗോഡ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലാണ് ആൾ പഠിക്കുന്നത്. അപ്പൂസ് ഒന്ന് ഉറങ്ങി കിട്ടുകയാണെങ്കിലേ എനിക്ക് എല്ലാവരോടും ഒന്ന് സംസാരിക്കായിരുന്നു, അതായത് ഫ്രീ ആയിട്ട് സംസാരിക്കായിരുന്നു എന്ന് വിചാരിച്ച് ഉറക്കം കൊണ്ടുപോയപ്പോൾ അവിടെ ഉറങ്ങി കിടക്കുന്ന കുട്ടികളെ വിളിച്ചുണർത്താൻ ഞാൻ പുറത്തേക്ക് എടുത്ത് പോകുന്നു കേട്ടോ. കുറേ സമയം അതിനും മാനേജ് ചെയ്തു കേട്ടോ. ഊഞ്ഞാലും ഇരുന്നിട്ട് എല്ലാ കുട്ടികളും ഇരുന്നിട്ട് ഊഞ്ഞാലാണ്. കുറേ സമയമൊക്കെ ഊഞ്ഞാലുമേ മാനേജ് ചെയ്തു. പിന്നെ ആൾക്ക് ഇറങ്ങി ഓടണം എന്നുള്ളതായിട്ടോ. പിന്നെ കുറച്ചൊക്കെ അല്ലേ ഞങ്ങൾ ഊഞ്ഞാലും ഇരിക്കുള്ളൂ. പിന്നെ ജൂജു ഫുഡ് സെർവ് ചെയ്യണണ്ടപ്പോൾ അവൻ്റെ കൂടെ കൂടിയിട്ടാ. പിന്നെ ഞങ്ങൾ സ്ഥിരം കലാപരിപാടിയിലേക്ക് ഇറങ്ങി. പിന്നെ കുറച്ച് ആളുകളല്ലേ, അവൻ കളിക്കട്ടെ എന്ന് വിചാരിച്ചു. മണ്ണിൽ നല്ല കളിയാണ്. അപ്പൂസിനെയും കൊണ്ട് ഞാൻ എവിടെ പോവുകയാണെങ്കിലും കുറച്ച് ഡ്രസ്സ് വണ്ടിയിൽ കരുതലുണ്ട് കേട്ടോ. കല്യാണത്തിൻ്റെ തിരക്കൊക്കെ കഴിഞ്ഞു. പെണ്ണിൻ്റെ വീട്ടിലത്തോരൊക്കെ വന്ന് ഫുഡൊക്കെ കഴിച്ച് മടങ്ങി എല്ലാവരും വട്ടത്തിലിരുന്ന് സംസാരിക്കുകയാണ്. പിന്നെ പോവാൻ നേരത്തെ ഉമ്മ എനിക്ക് ഫുഡൊക്കെ തന്നു. എനിക്കിനി മേലാറ്റൂർ എത്തും വേണം. അപ്പം ഞാനിതിൽ നിന്ന് പിൻവാങ്ങാണ്. പിന്നെ കൂടുതൽ വിശേഷങ്ങളായിട്ട് നമുക്ക് നാളെ വീണ്ടും കാണാം.